ഹലോ. ആ ഫൈസലേ, ആ, ആരാണ്? ഞാൻ വടകരയിൽ നിന്നാണ്. എന്തായിരുന്നു എന്തൊക്കെയാ നമ്മുടെ പാലക്കാട് അവസ്ഥ? പാലക്കാട് അവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. വീഡിയോ കണ്ടു. അപ്പൊ ജയം ഉറപ്പാണ് എന്നാ പറഞ്ഞത്. പക്ഷെ തോറ്റു പോയില്ലേ? ആണോ? നിങ്ങളിപ്പോ എന്നാ ജീവിക്കുന്നത്? ഇന്നലെ നിങ്ങൾ ഇന്നേതാ ഡേറ്റ്? നിങ്ങൾ ഉറക്കം ഉണർന്നില്ലേ? റിസൾട്ട് ഒന്നും വന്നാൽ നിങ്ങൾ നിന്നെ കണ്ടിട്ടില്ലായിരുന്നു? വിളിച്ചു നോക്കുന്നു. നിന്നെ ഇന്നലെ വിളിച്ചു നോക്കുന്നു. അപ്പൊ എന്താ പ്രശ്നം? സംശയം തീർക്കാൻ അല്ല, തോറ്റുപോയത് ഉറപ്പ് തന്നെയാണോന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. എന്നാ ഒന്ന് ഉറപ്പിച്ചാളേ കേട്ടോ. ഉറപ്പിച്ച്. ഓ, ആയിക്കോട്ടെ. എന്നാ സന്തോഷായില്ലേ? സന്തോഷായല്ലോ. എന്നാ വെച്ചോളൂ. ഇനിയിപ്പോ എവിടെ കഴിക്കാനുണ്ട്? വിളിച്ചോളൂ. അല്ല, വെച്ചോളൂ. നിങ്ങൾ തിരക്കെന്താ? എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. നിങ്ങളെ പോലുള്ള ഒരു തിരക്കില്ലാത്ത ഒരാളോട് എന്ത് സംസാരിക്കാനാ? ഒരു റൂമിൽ തന്നെ വീഡിയോ ചെയ്യുന്ന തിരക്കലുണ്ടോ? അതിലപ്പുറമുള്ള തിരക്കെന്നാളെ അത് നല്ല തിരക്കുള്ളതാ. കുഞ്ഞനൊക്കെ ഒരു വീഡിയോ എടുത്ത് ചെയ്തു നോക്കുക. അപ്പൊ മനസ്സിലാവും എത്രത്തോളം റിസ്ക് ഉണ്ട് ഒരു വീഡിയോ ചെയ്യാനെന്നുള്ളു കേട്ടോ. തിരക്കുണ്ടാകാൻ എന്താ? അത്രയും തിരക്കുണ്ട്. പല പ്രോഗ്രാമുകളുണ്ട്. പല പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം. പല ആളുകളായിട്ട് സംസാരിക്കാണ്ടാവും. പല ഡീറ്റെയിലുകൾ എടുക്കാണ്ടാവും. ഒരു വീഡിയോ 10 മിനിറ്റ് നിങ്ങൾ കാണുമ്പോ അതിനൊരു 4-5 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ല, നിങ്ങളിങ്ങനെ ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള ഫോൺ കോളുകൾ യൂട്യൂബിൽ ഇടുന്നേ കാണാം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്ന് അറിയോ? അത് എന്നെ തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഞാൻ പരമാവധി ചെയ്യാറുള്ളത്. ഇപ്പൊ നിങ്ങളിപ്പോ എന്നോട് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഓക്കെ, പാലക്കാട് റിസൾട്ട് എന്താ? പാലക്കാട് റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ? അങ്ങനത്തെ ഒരു കോള് ഞാൻ എന്തിന്? നിങ്ങളിപ്പോ എന്നെ തെറി വിളിക്കേ, എന്നെ കൊല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പല്ലേ ഞാൻ ഈ റെക്കോർഡ് എടുത്തിടേണ്ട ആവശ്യമുള്ളൂ. ഹലോ, അല്ലെ, പറഞ്ഞ കേട്ടില്ലേ? പിന്നെ സംഖ്യയാണോ അല്ലെങ്കിൽ എവിടെയാണുള്ളത്? എന്താ നിങ്ങൾ പറയുന്നത്? സംഖ്യയാണോ? സംഖ്യയിലാണ് ഇപ്പൊ ഉള്ളത്? RSS BJP ഉള്ളത്? ഞാനൊരു പാർട്ടിയിലുണ്ട്. അല്ലെങ്കിൽ ഈ സംഘി നിങ്ങളെന്താ സുഡുവായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല, സംഖ്യ സുഡു മാത്രമല്ല അങ്ങനെ ചോദിക്കുന്നത്. സഖാക്കളും മറ്റുള്ളവരൊക്കെ അങ്ങനെയാ ചോദിക്കുന്നത്. ഇല്ല, മാന്യനായിട്ടുള്ള ഒരാള് ഫസലിപ്പ് എവിടെ ഉള്ളതെന്നാ ചോദിക്കുക എല്ലാരും. അല്ല, ഫസലിപ്പ് എവിടെ ഉള്ളത്? ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ പേരാണെങ്കിൽ നാസിർ ഇപ്പൊ എവിടെ ഉള്ളത് എന്നാ ചോദിക്കുക അല്ലേ? ഫൈസൽ ഇപ്പൊ എവിടെയാ ഉള്ളത്? അങ്ങനാണോ നിങ്ങൾ ചോദിച്ചത്? അങ്ങനാണോ നാസിറ ചോദിച്ചത്? അങ്ങനാണോ നാസിർ ഇപ്പൊ എന്നോട് ചോദിച്ചത്? അങ്ങനെ തന്നെയാ ചോദിച്ചത്. ഫൈസൽ ഇപ്പൊ എവിടെയാ ഉള്ളത്? അല്ലല്ലോ, നിങ്ങൾ ചോദിച്ചത് അങ്ങനെ അല്ലല്ലോ. നിങ്ങൾ അങ്ങനെ അല്ലല്ലോ ചോദിച്ചത്. അങ്ങനെ തന്നെയാ ചോദിച്ചത്. പിന്നെ എങ്ങനെ ചോദിച്ചത്? അപ്പോ നാസറിന് അങ്ങനെ ഇട്ടാല് ചിലപ്പോ നാക്കുപേയ കൊണ്ട് സംഭവിക്കുന്ന ആയിക്കോട്ടെ. നാക്കുപേയൊന്നുമില്ല. അങ്ങനെ വെള്ളടിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. അല്ലേ? പിന്നെന്താ ഇങ്ങനെ മാറിപ്പോന്ന് പറയുന്നത്? ഇല്ല, മാറിയൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ? അല്ല, ഫൈസൽ ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് വെച്ചതാ. ഞാൻ കോഴിക്കോട് ടൗണിലുണ്ട്. അല്ല, അങ്ങനെ ചോദിച്ചല്ല. നിങ്ങൾ നിൽക്കുന്ന സ്ഥലമല്ല ചോദിച്ചത്. നിങ്ങളിപ്പോ സംഖ്യക്കൊപ്പം ഉള്ളതെന്ന് ചോദിച്ചതല്ലേ? അതാ ചോദിക്കുന്നത്. സംഖ്യ എന്ന് പറഞ്ഞ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയൂല, അതുകൊണ്ടാ ചോദിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, പാർട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഏതാ പാർട്ടി? എന്താ പാർട്ടി? ഏതെന്നാ ചോദിക്കുന്നത്? സംഖ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല അത് BJP ആണെന്നുള്ളത്? എനിക്ക് അങ്ങനെ മനസ്സിലാവാറില്ല. സംഘപരിവാരം എന്ന് പറയുന്നത് അവര് തന്നെ പറയുന്നത് പേരല്ലേ? എങ്ങനെ സംഘപരിവാരത്തിന് സംഖ്യ എന്ന് ചുരുക്കിയത് അവര് തന്നെ. അപ്പൊ നിങ്ങളിപ്പോ കോൺഗ്രസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങള് ഓരോ മുസ്ലിം ലീഗ് ആണെങ്കിൽ നിങ്ങളോട് ഞാൻ വിളിച്ച് മൂരിയാണോ ചോദിക്കുന്നത് ശരിയാണോ? അല്ല, അവര് സംഘപരിവാറാണ്, സംഖ്യയാണ് എന്നുള്ള അവരെ അംഗീകരിച്ച കാര്യം. അപ്പൊ മുസ്ലിം ലീഗ് മൂരിയാണെന്ന് മൂരികൾ സമ്മതിച്ചോ? സുരേഷ് ഗോപി അംഗീകരിച്ച കാര്യമല്ലേ? അല്ല, മുസ്ലിം ലീഗ് മൂരിയാണെന്നുള്ള മുസ്ലിം ലീഗ് സമ്മതിച്ചോ? ഇതിന് മൂരിയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സുരേഷ് ഗോപി എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ ചാണകത്തിലാണ്. ചാണകത്തില്ല. നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് അയച്ചു തരും. ഞാനത് കണ്ടില്ല. നിങ്ങളൊരു കേന്ദ്രമന്ത്രിക്കെതിരെയാണ് പറയുന്നത്. അതായത് ചാണകത്തിലാണെന്ന് മൂപ്പര് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞല്ലേ? അല്ലേ? തലവെട്ടി പോവാ മുമ്പ്. അല്ല, നിങ്ങൾ ചാണകത്തിലാണെന്ന് അല്ല, ഞാനൊരു തലവെട്ടുന്ന കേസും അല്ല പറഞ്ഞു. നമ്മള് ദുബായിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ ഒന്നും അല്ലല്ലോ തലവെട്ടുന്ന കേസ് പറയാൻ. നമ്മുടെ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്. ഞാൻ ചാണകമാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഏതിലാ? ആര് പറഞ്ഞത്? അല്ല, ഞാനത് അയച്ചു തന്നാലോ? നിങ്ങൾ അയച്ചു തന്നോളൂ, ഞാൻ കണ്ടോളാം. ഇതില് വാട്സപ്പ് ഉണ്ടോ? ഇതില് വാട്സപ്പ് ഉണ്ട്, കണ്ടോളൂ. അത് നിങ്ങൾക്ക് അയച്ചു തന്നാൽ നിങ്ങൾ സമ്മതിക്കും. എങ്ങനെ? പിന്നെ ഒരാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തന്ന ഞാൻ സമ്മതിക്കാണ്ടിരിക്കാൻ ഞാനെന്താ സുഡാപ്പിയോ? അതില്ലല്ലോ. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല? അല്ല, ഞാൻ കാണാത്തത് കൊണ്ട് പറഞ്ഞ. ഒരാള് ചാണകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തന്നോളൂ, ഞാൻ കണ്ടോളാം. ഉള്ള റെഡി ആണെങ്കിൽ ഓക്കെ, ഞാൻ റെഡി, ഞാൻ അംഗീകരിച്ചു. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അതിലപ്പുറം ചെയ്യേണ്ടിയാണ്. ഞാനത് കാണാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്.
അത് ശരി. ആ, അത് മോശമായി പോയി കേട്ടോ. അത് കാണണ്ടല്ലേ. വെറുതെ അതിന്റെ വയ്യൊക്കെയല്ലല്ലോ പോണ്ടി. പിന്നെന്താ പറയും. നിങ്ങൾക്ക് എന്താണ് ചോദിക്കാൻ വന്നേ? ബാക്കി അല്ല, നമ്മളിപ്പോ പാലക്കാട് ജയിച്ചോ തോറ്റോന്നും അറിയാതെ നിങ്ങളെ ന്യൂസ് കണ്ടില്ല? കാരണം നിങ്ങളെ വാർത്ത, നിങ്ങളെ ഇപ്പോഴാണ് ഞാൻ കണ്ടത് ഇന്നത്തെ. അല്ല, നിങ്ങൾ പറഞ്ഞില്ലേ തല വെട്ടോ എന്നുള്ളത് ചോദിച്ചോണോ? നമ്മുടെ രാജ്യത്ത് എല്ലാ രീതിയിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ലേ? കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ജയിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ മഹാരാഷ്ട്രയിൽ BJP തൂത്തുവാരെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞ റെഡിയായി. കോൺഗ്രസ് പറഞ്ഞ KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, എല്ലാ ആളുകൾ പറഞ്ഞതും ഒന്നിനും കൊള്ളാതെ ആയിപ്പോയില്ലേ? കാര്യങ്ങൾ അറിയാത്ത നിങ്ങൾ മഹാരാഷ്ട്ര കൃത്യമായിട്ട് കണ്ടില്ലേ? അല്ല അങ്ങനല്ല, ഞാൻ ചോദിക്കില്ല നിങ്ങളെ നേതാവ് പാരാന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളെ പാർട്ടി ഒന്നും പറഞ്ഞില്ല. ഇനി നിങ്ങൾ മുസ്ലിം ലീഗ് ആണെങ്കിലും നിങ്ങളെ പാണക്കാട് തങ്ങള്, നിങ്ങളെ പാണക്കാട്ടെ തങ്ങളാണെങ്കിലും, ഇനി നിങ്ങൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇവരൊക്കെ പറഞ്ഞത് മഹാരാഷ്ട്ര ഞങ്ങൾ ജയിക്കുന്നായിരുന്നു. അപ്പൊ അത് തോറ്റില്ല, പൊട്ടിപ്പോയില്ലേ? അവര് രാഷ്ട്രീയക്കാരാണല്ലോ. അപ്പൊ ഞാൻ അഭിപ്രായം പറയുന്ന ഒരാളല്ലേ, എനിക്ക് എന്റേതായ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചൂടെ? അല്ല, ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പറഞ്ഞു. ഓക്കെ, കേൾക്കുന്നില്ല പറയുന്നത്? അതായത് നിങ്ങൾ പറഞ്ഞു അവര് രാഷ്ട്രീയക്കാരാണെന്നുള്ളത്. ഓക്കെ, അതെ, എനിക്ക് രാഷ്ട്രീയക്കാരനായിട്ട് പറയാൻ പറ്റില്ല. സംഖ്യയാണോ ചോദിച്ചാൽ അതുകൊണ്ടാണ്. അല്ല, നിങ്ങൾ സംഖ്യയാണെന്നാണോ ചോദിക്കേണ്ടത്? നിങ്ങൾ ഏത് പാർട്ടിന്റെ പേര് അറിയും? ഇപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങൾ മൂരിയാണോ ചോദിക്കണ്ടോ? അല്ലല്ലോ. സംഘപരിവാരം എന്നല്ലേ സംഖ്യ എന്ന് പറഞ്ഞാൽ? അല്ല, ഞാൻ നിങ്ങളോട് മൂരിയാണോ ചോദിക്കോ? അല്ലല്ലോ. അല്ലെങ്കിൽ സുഡാപ്പിയാണോ എന്നല്ലല്ലോ ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾ ചാണകത്തിലാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം. അല്ല, ചാണകത്തിൽ ആരാണ്ടാവല്? നിങ്ങൾക്ക് പറയാം. അല്ല, ഈ ഇപ്പൊ മൂരിയാണോ ഞാൻ എന്നോട് ചോദിക്കാൻ? ഞാൻ മുസ്ലിം ലീഗ് ആണോ എന്നല്ലേ ചോദിക്കാനോട്? ഞങ്ങൾ സംഖ്യയാണ് എന്ന് അവര് തന്നെ അംഗീകരിക്കുന്ന നാസറോ എന്തെങ്കിലും ചോദിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടാനാണെങ്കിൽ നിങ്ങൾ മാന്യമായി ചോദിച്ചോളൂ. ഞാൻ ഉത്തരം പറയും, ഒരു പ്രശ്നവുമില്ല. എല്ലാത്തിനും ഉത്തരം തരാം, എന്ത് വേണമെങ്കിൽ. നാസറിന് എന്താണ് അറിയേണ്ടത്? ഒറ്റക്ക് സംസാരിക്കാനാണ് നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. ഞാൻ ഫോൺ കട്ട് ചെയ്യും, വേറൊന്നുമല്ല. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഫോൺ കട്ട് ചെയ്ത് നിങ്ങളെ സ്വാതന്ത്ര്യമാണ്. അല്ല, അതുകൊണ്ടാ പറയുന്നത്. നിങ്ങൾ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യാതിരിക്കേണ്ടിയല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ റോങ് ആയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ എന്നോട് നിങ്ങളെ അഭിപ്രായം പറയുന്നതല്ല. ഇപ്പൊ എനിക്കെന്താ പ്രശ്നം? ഞാനത് കേൾക്കൂ. എന്റെ അഭിപ്രായം നിങ്ങൾ കേൾക്കണമെന്നേ ഉള്ളൂ. അത് കേൾക്കാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയില്ലാന്നേ ഉള്ളൂ. നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ, നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ മാന്യമായി ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയാം. ഈ പലസ്തീനിലെ കുട്ടികളോട് എന്താ ചില വെറുപ്പ്? എങ്ങനെ? ഞാൻ പലസ്തീനിലെ കുട്ടികൾക്കോ സാധാരണക്കാർക്കോ ഒന്നും എതിരല്ലല്ലോ. ഞാൻ ഇന്നേ വരെ എതിരല്ല. ഞാൻ ഇന്നും നിങ്ങളോട് തുറന്നു പലസ്തീനിലെ കുട്ടികൾ കൊല്ലപ്പെടുന്നതിനെ പറ്റിയൊക്കെ വല്ലാതെ ഇല്ല. ഞാനേ നിങ്ങള് എനിക്കറിയില്ല നിങ്ങൾ ഏജ് ഒന്നും എത്ര ആണെന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ അപ്പൊ വിളിക്കുന്നത്? അവരുടെ മാതൃരാജ്യത്തിന് വേണ്ടിയിട്ട് ഏതോ ഒരു സംഘടന പോരാടി. അതിന്റെ പേരിൽ ബോംബിട്ട് കൊന്നതിനെ പറ്റിയിട്ട് ഒരക്ഷരം പറയുന്നുണ്ടോ? ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു കേൾക്കണം. ഓക്കെ, ഒന്ന് പാലസ്തീനിലെ സാധാരണക്കാർക്കോ കുട്ടികൾക്കോ എതിരല്ല ആരും. ഞാനെന്നില്ല, ആരും എതിരല്ല. പക്ഷെ ഹമാസ് എന്നത് ഒരു ഭീകര സംഘടനയാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായോ? ഇപ്പൊ എന്റെ നാട്ടുകാരനായിട്ടുള്ള എനിക്ക് RSSനോട് ഭയങ്കര വെറുപ്പാണ്, BJPക്കാരോട് വെറുപ്പുണ്ട്. പക്ഷെ എന്റെ നാട്ടിലുള്ള ഒരു RSSകാരന് ഒരു അപകടം പറ്റിയല്ല, ഒരു അബദ്ധം പറ്റിയാല് അവനെ ഒത്തിരി കൊണ്ടുപോകാൻ ഞാൻ പാഞ്ഞു പോകുന്നതാണ് ഞാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാല് അത് മനുഷ്യത്താണ്. അതുപോലെ പലസ്തീനിലെ കുട്ടികളെ ബോംബിട്ട് കൊല്ലുന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ പോലും ഇല്ല. ഞാൻ എല്ലാ വീഡിയോയിലും എപ്പോഴും പറയാറുണ്ടല്ലോ. ഞാൻ ഏത് വീഡിയോ ചെയ്താലും പറയാറുണ്ട്. ഞാൻ ഞാനൊന്ന് പറഞ്ഞു നിൽക്കൂ. നിങ്ങൾക്ക് ഞാൻ ഏത് വിഷയം എടുത്തുവാണെങ്കിലും നോക്കാം, പാലസ്തീനിലെ സാധാരണക്കാർക്കോ കുട്ടികൾക്കോ നമ്മൾ ഇതുവരെ ആയിട്ട് എതിർത്ത് സംസാരിച്ചില്ല. നമ്മൾ ഹമാസ് എന്നതൊരു ഭീകര സംഘടനയാണെന്നാണ് അടിയുറച്ച് വിശ്വസിച്ചത്. അവർക്കെതിരെ മാത്രമേ നിരന്തരം പറയാറുള്ളൂ. ഹമാസ് എങ്ങനെ ഭീകരാണ്? അല്ല, അതെങ്ങനെ ഭീകര പ്രവർത്തനം നടത്തിയ പിന്നെ ഭീകര സംഘടന അല്ലേ? എങ്ങനെ നിങ്ങൾ പറയും? ഹമാസ് ഭീകരാക്രമണം നടത്തിയ പിന്നെ അത് ഭീകരന്മാരല്ലാണ്ട് പിന്നെന്താ? സുഭാഷ് ചന്ദ്രബോസിന്റെ എന്റെ പൊന്നോ, ഒരിക്കലും നമ്മളെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളികളെയും വെച്ച് നിങ്ങൾ ഭീകരരെ കൂട്ടല്ലേ. ഞാൻ സിമ്പിൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ് അവര്. ഇനി ഞാൻ പറയുന്നത് കേൾക്കണേ, എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ പോരാടുന്നവരാ അവര്. നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ
ഞാൻ അംഗീകരിച്ചു. ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ നിങ്ങൾ. പറഞ്ഞോളൂ. അതായത് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, നമ്മൾ സ്വാതന്ത്ര്യ സമരം ചെയ്ത ആരോടാ? ബ്രിട്ടീഷുകാരോടല്ലേ ചെയ്തത്, അല്ലേ? അപ്പൊ ബ്രിട്ടീഷുകാരെ വൈഫുമാരെ അല്ലെങ്കിൽ അവരെ പെൺകുട്ടികളെ പോയിട്ട് പീഡിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ നമ്മളെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും, ഇല്ലല്ലോ. പക്ഷെ ഹമാസ് ഭീകരർ October 7th അഴിഞ്ഞാടിയതായിരുന്നു. സകല ഫോറൻസിക് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, 100%. നിങ്ങൾക്ക് ഏത് പത്താണ് നിങ്ങൾക്ക് വിശ്വാസമുള്ളത്? BBC അംഗീകരിക്കോ, റോയിട്ടേഴ്സ് അംഗീകരിക്കോ? ഇംഗ്ലീഷ് ഒന്നും ഒരുപാട് മലയാളത്തിൽ ഇപ്പോ ഒന്നുമല്ല, മലയാളത്തിൽ ഏത് ന്യൂസ് പറഞ്ഞാലും നിങ്ങൾക്ക് ഓരോ പ്രശ്നം പറയൂല. ഞാൻ 10ാം ക്ലാസ്സും കുസ്തിയൊക്കെ കളിച്ചിട്ട് ഇല്ല, ഇപ്പൊ സിമ്പിൾ ആണ്. ഞാൻ ഓക്കെ, അതൊന്നും ഒരു പ്രശ്നമല്ല, ഒരു ഭാഷ അറിയാത്ത പ്രശ്നമല്ല. അപ്പൊ അതൊന്നും പ്രശ്നമൊന്നുമല്ല, അത് ഒരു പ്രശ്നമല്ല. അപ്പൊ അത് എന്ത് ചെയ്താൽ മതി അറിയോ? നിങ്ങൾ ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്ന ആളല്ലേ? BBC ഒരു ന്യൂസോ അല്ലെങ്കിൽ റോയിട്ടേഴ്സിൽ ഒരു ന്യൂസ് ഞാൻ അയച്ചാൽ അത് കോപ്പി എടുക്കുക. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഇംഗ്ലീഷ് ടു മലയാളം. അത് എങ്ങനെയാന്നുള്ള അറിയാത്ത, അതും പ്രശ്നമൊന്നുമല്ല. അത് നിങ്ങൾ യൂട്യൂബിൽ എങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി നോക്കിയാൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുമായിട്ട് അടുത്തുള്ള ഒരാളോട് ട്രാൻസ്ലേറ്റ്, ഭാഷ അറിയാത്ത ഒരു പ്രശ്നം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഒരു അറ്റാക്ക് നടക്കുന്നത്, ചിലപ്പോ അതിന്റെ അകത്ത് 1000-2000 ആള് പങ്കെടുത്തിട്ടുണ്ടാവും ഇതിന്റെ. ഹമാസിന്റെ 1000-2000 ഇപ്പൊ ഇന്ത്യന്റെ മിലിറ്ററി ഇപ്പോ ചിലപ്പോ നമ്മളെ സൈന്യത്തിന് അബാസിനെ നിങ്ങൾ ഉദാഹരണമാക്കി നിങ്ങൾ ഹമാസിനെ സ്വന്തം പറഞ്ഞാൽ മതി. അല്ല, ഒരു മിനിറ്റ്. നമ്മുടെ മിലിറ്ററി ഇറങ്ങുന്നു, അതിലേതോ തലതിരിഞ്ഞ 2 ആള് അവിടെ എന്തോ ഒരു സംഭവം, ഇത്തരത്തിലുള്ള മോശപ്പെട്ട സംഭവം കാണിക്കുന്നു എന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് ഇന്ത്യന്റെ മിലിറ്ററി മൊത്തം മോശമാണോ? അപ്പൊ ഞാനൊരു ഉത്തരം പറയട്ടെ. നമ്മുടെ സൈനികര് മരിച്ചായിട്ട് പോവാ, അല്ലാണ്ട് ഒരാളെയും പീഡിപ്പിക്കാൻ നിൽക്കൂല ഒരാളും. അങ്ങനെ ഒരാൾക്ക് തലതിരിഞ്ഞൊരു ബുദ്ധി തോന്നി. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക, നമ്മുടെ രാജ്യത്തെ സൈനികർ ഇന്നേ വരെ ഒരാളെ അതുപോലെ ചെയ്തില്ല. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഹമാസിന്റെ ലോകത്തിൽ ഏതെങ്കിലും ഒരു സൈന്യം നമ്മൾ ആ സൈന്യത്തിനെ എതിർക്കും. അപ്പൊ ഒരു സ്ത്രീകളെയൊക്കെ എന്തെങ്കിലും ചെയ്യാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൊത്തം മോശമല്ല അത് അവരുടെ. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പലസ്തീനിലെ സ്ത്രീകളെയും കുട്ടികളെയും പോലും നമ്മൾ എതിർക്കൂലാണ്. കാരണം അവര് നിരപരാധികളാണ്. നമ്മുടെ കേരള പോലീസ് നമ്മൾ പലതരക്കാർ, നമ്മളിപ്പോ സ്റ്റേഷനിൽ ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് നല്ല ഓക്കെ, നിങ്ങളെ ഉദാഹരണം എനിക്ക് മനസ്സിലായി. നിങ്ങളെ ഉദാഹരണം എനിക്ക് മനസ്സിലായി, കൃത്യമായിട്ട് മുന്നോട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ 1-2 ആള് ചെയ്തേ കൊണ്ട് നിങ്ങൾ ഹമാസിനെ മൊത്തം മോശമാണെന്ന് പറയരുത് എന്നല്ല പറയുന്നത്? അതെ. അപ്പൊ ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞു, 1-2 ആളൊന്നും അല്ല ഇത് ചെയ്തത്. അപ്പോഴോ ആയിക്കോട്ടെ, 2000 പേര് അവിടെ ആക്രമിച്ചവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ? അവിടെ എല്ലാരും ഈ തെറ്റ് ചെയ്യാമോ? ഒരു ജനവിഭാഗത്തിന്റെ ഇടയിൽ അത് ഏത് ജനവിഭാഗം, അതായത് നിങ്ങളുടെ ഉള്ളിലും എന്റെ ഉള്ളിലും ഉണ്ടാവും ഒരു വന്യത ഉണ്ടാവും. നമ്മളത് അംഗീകരിക്കില്ല. നമ്മളൊരു ബോധമുള്ള കാലത്ത് അല്ല, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ മതി. അത് എന്നത് നിങ്ങൾ കൂട്ടരുത്. മുസ്ലിങ്ങളിൽ ഒന്നും പാടില്ല എന്ന് പറയുന്ന ആളുണ്ട്, വളരെ സാത്വികമായിട്ട് ജീവിക്കുന്ന ആളുണ്ട്, വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുണ്ട്. അവിടെ മുസ്ലിങ്ങൾ മൊത്തം മോശമാണോ? ഇല്ല, നമ്മൾ പറയല എങ്ങനെയാണ്? ഞാൻ നിങ്ങൾ പറയുമ്പോ എന്നെയും കൂടി മറുപടി പറയാൻ സമ്മതിക്കും, അല്ലാതെ എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വീഡിയോ കാണണ്ടോ എനിക്കറിയൂല, നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ സാധാരണ മുസ്ലിങ്ങൾക്ക് ഒന്നിനും എതിരല്ല, നമ്മളെതിരുള്ള തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും എതിരാണ്. അതെന്തുകൊണ്ടാ പറയുന്നത് അറിയോ? നിങ്ങൾ പറഞ്ഞതുപോലുള്ള കുറെ വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. എല്ലാരും മോശമെന്നല്ല. പക്ഷെ ഹമാസ് എന്ന് പറയുന്നത് ഇനി സിമ്പിൾ, ഇനി ക്രൂരമായി പീഡിപ്പിച്ച് നിങ്ങൾ പറയുന്ന പകുതി ആളുള്ള പകുതി ആളില്ലാന്ന്. പക്ഷെ ഞാനും നിങ്ങളും എന്തിനാ അവരെ ഭീകരവാദികൾ എന്ന് പറയണമെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഒരു ലഷ്കർ ഇ തൊയ്ബനെ നിങ്ങൾ അംഗീകരിക്കുന്നൊന്നുമില്ലല്ലോ, ഭീകരവാദ സംഘടന തന്നെയല്ലേ? അല്ലെ, ഉറപ്പല്ലേ? എന്നാൽ അപ്പൊ ഈ ലഷ്കർ ഇ തൊയ്ബ ഞാൻ പറയട്ടെ ഞാൻ ഒന്ന് പറയട്ടെ. അതായത് ലഷ്കർ ഇ തൊയ്ബന്റെ ആളുകൾ, ഏത് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ലഷ്കർ ഇ തൊയ്ബന്റെ ആളുകളുമായിട്ട് ഖാലിദ് മിഷൽ എന്ന ഹമാസിന്റെ മുൻ മേധാവി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ നിന്ന് എന്തിനാ കൂടിക്കാഴ്ച നടത്തിയത്? ഞാൻ പറയട്ടെ അല്ല, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കും. താലിബാന്റെ ഏതോ ഒരു ആളുമായിട്ട് ഇന്ത്യയുടെ ഒരു പ്രതിനിധി സംസാരിച്ചിട്ടുണ്ട്.
അറിയോ നിങ്ങള്? താലിബാന്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് പറയൂല. എന്താ താലിബാൻ ഞാനത് പറഞ്ഞു കേൾക്കി. താലിബാന് അവിടെ അവർ ഔദ്യോഗികമായിട്ട് ഒരു രാജ്യമാക്കിയിട്ട് ആ രാജ്യത്തിന് ഫലസ്തീന്റെ ഭരണകൂടമായിട്ട് അല്ല, അതാണ് പ്രശ്നം പറഞ്ഞേക്ക്. പ്രശ്നം പറയുന്നത് കേൾക്കൂ നിങ്ങള്. നമ്മള് നല്ല ഞാനും നിങ്ങളുള്ള രാജ്യമല്ലേ ഇന്ത്യ, അല്ലേ? അപ്പൊ ഈ രാജ്യം ഭീകരവാദ സംഘടനയായിട്ട് ലഷ്കർ-ഇ-തൊയ്ബനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ഞാൻ പറയുന്നൊന്ന് ഫുള്ളാക്കട്ടെ. നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ അവസരം തരൂല നമ്മളെങ്ങനെ മുന്നോട്ട് പോകാൻ സംസാരിച്ചിട്ട്. ഓക്കെ, എന്നാ ഞാൻ പറയട്ടെ. അതായത് നിങ്ങള് ഈ പറയുന്ന ലഷ്കർ-ഇ-തൊയ്ബനെ നമ്മളൊക്കെ എതിർക്കുന്നുണ്ട്. ഈ ലഷ്കർ-ഇ-തൊയ്ബയും പാലസ്തീനുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ലഷ്കർ-ഇ-തൊയ്ബയും പാലസ്തീനുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അത് വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ആർക്കും ആരുമായിട്ട് സംസാരിക്കാം. അതില് പ്രശ്നമുണ്ട്. അമേരിക്ക, നിങ്ങൾ പറഞ്ഞല്ലോ, അമേരിക്ക, ഇന്ത്യ, ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ വരെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ല, ഒരു മിനിറ്റ്. ഏറ്റവും വലിയ തീവ്രവാദ സംഘടന ലോകം അംഗീകരിച്ച് താലിബാനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഈ താലിബാൻ ഇപ്പൊ ഒരു രാജ്യമായിട്ട് അവര് അത് കീഴടക്കി. നിങ്ങൾ മനസ്സിലാക്കണം, താലിബാൻ ഒരു രാജ്യമായിട്ട് അവര് ഔദ്യോഗികമായിട്ട് ലോകം അംഗീകരിച്ച്. അല്ല, രാജ്യാകുന്നതിന് മുമ്പ് എങ്ങനെ അതിനു മുമ്പ് ഈ അവരുമായിട്ടുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് ഖത്തറിനല്ലേ? ഖത്തർ ഐസിസുമായിട്ടുള്ള മധ്യസ്ഥ ചർച്ച, ലോകത്തെല്ലാ ഭീകര സംഘടനകളുമായിട്ട്. ഹലോ ഞാൻ എന്താ പറഞ്ഞറിയോ, ഖത്തർ എന്ന് പറയുന്നത് എല്ലാ ഭീകര സംഘടനകളായിട്ട് മധ്യസ്ഥ ചർച്ച നടത്തുന്നുണ്ട്. എങ്ങനെ അവരും തീവ്രവാദികളല്ലേ? നിങ്ങൾ ലഷ്കർ-ഇ-തൊയ്ബ ഭീകരവാദി അല്ലാതെ നിങ്ങൾ സംസാരിച്ചതിന് കാരണം ഹമാസ് തീവ്രവാദികളാണെങ്കിൽ താലിബാനായിട്ട് ICS സംസാരിക്കുന്ന കൂട്ടത്തിൽ ഖത്തറും തീവ്രം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണത്, നിങ്ങൾ മനസ്സിലാക്കിയത്. അതായത് ലഷ്കർ-ഇ-തൊയ്ബ എന്ന് പറയുന്നത് ഭീകര സംഘടനയാണ്. ആ ഭീകര സംഘടനയും ഹമാസ് എന്നൊരു നിങ്ങൾ പറയുന്നത് എന്താ, പാലസ്തീന്റെ വിമോചനം എന്തിനോ വേണ്ടിയിട്ടാണ് ഇവര് പോരാട്ടം നടത്തുന്നതല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലേ? ഇവർക്ക് പാലസ്തീനിൽ പോയിട്ട് അങ്ങ് പോരാട്ടം നടത്തിയ പോലെ എന്തിനാണ്? അല്ല, ഒക്കെ പോട്ടെ. ഹമാസ് ഖത്തറുമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ പറയുന്നുണ്ടോ ഖത്തർ ഭീകര സംഘടന? അല്ല, പറയുന്നില്ല. കാരണം അവര് ഹമാസ് ഈ രാജ്യങ്ങളുമായിട്ടല്ല, ഹമാസ് മറ്റ് ഭീകര സംഘടനകളുമായിട്ട് ടൈപ്പാ. അതെന്തിനാന്നാ ചോദിക്കുന്നത്? പ്രത്യേകിച്ച് ഞാനൊന്ന് പറയട്ടെ. ഞാനും നിങ്ങളും ജീവിക്കുന്ന രാജ്യമായ നമ്മുടെ ഭാരതം, ഈ ഭാരതം ഒരു ഭീകര സംഘടനയായിട്ട് ലഷ്കർ-ഇ-തൊയ്ബനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ലഷ്കർ-ഇ-തൊയ്ബ എക്കാലഘട്ടത്തിലും നമ്മുടെ രാജ്യമാണ് അവരെ ഏറ്റവും വലിയ ശത്രു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ശത്രുവായിട്ടുള്ള ഭീകര സംഘടന ലഷ്കർ-ഇ-തൊയ്ബന്റെ പ്രധാനപ്പെട്ട രണ്ട് മേധാവിമാരെ പോലെ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ടാളുകൾ ഖത്തറിൽ നിന്ന് ഈ ഒരു വലിയ രീതിയിൽ ചർച്ച നടത്തിയിട്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു. അപ്പൊ നമ്മുടെ രാജ്യം ഭീകരവാദ അല്ലെങ്കിൽ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഒരു ഭീകരവാദ സംഘടനയായിട്ട് ഹമാസ് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ സുഭാഷ് ചന്ദ്രബോസൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. സുഭാഷ് ചന്ദ്രബോസ് ആരെയും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. ഈ ഹമാസിന്റെ ഏതൊരാളെടുത്താലും പീഡിപ്പിക്കുക, പീഡനം, സകല സാധനങ്ങളും ചെയ്യുന്നത്. മനസ്സിലായോ? ഈ എത്ര പീഡനങ്ങൾ നടത്തി, എത്ര ക്രൂര പീഡനങ്ങൾ നടത്തി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി ഒറ്റ കാര്യം നിങ്ങൾ ഇപ്പൊ എന്നെ ഒരാളിപ്പോ ഇസ്രായേലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് ഞാൻ ആ റെക്കോർഡ് നമുക്ക് നാളെ ഞാൻ ചാനലിലിട്ടു, നിങ്ങൾ വേണേ കണ്ടോളൂ ഞാൻ പറയുന്നത്. അപ്പൊ അതായത് അവരോട് ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഗാസയിലൊക്കെ ഉള്ള ആളുകൾ ഈ ഒക്ടോബർ 7 മുമ്പ് ഇസ്രായേലിൽ ജോലി ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അവരെന്നെ പറയുന്നുണ്ട് നമ്മളോട്, ഗാസയിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഒക്ടോബർ 7 മുമ്പ് ഇസ്രായേലിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന്. അപ്പൊ അവര് തന്നെ പറയാണ്, അതായത് ഈ ഗാസൻ ജനതക്ക് തന്നെ ഏറ്റവും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയതാണ് ഈ ഹമാസ്. ഹമാസ് ഒരു ഇസ്രായേലിന് മാത്രമല്ല, ഗാസയിലെ സാധാരണക്കാരെയും സ്ത്രീകളെയും ഗാസയിലെ സകലതും നശിപ്പിച്ചതാണ് ഈ ഹമാസ്. ഈ ഇസ്രായേല് പച്ചവെള്ളം പോലും ഇസ്രായേലിന് വേണം കിട്ടാൻ. അത് നിങ്ങൾക്കറിയോ? അതിനല്ല മറുപടി പറഞ്ഞുതരാം. പറഞ്ഞോളൂ. ഇന്ത്യ ബ്രിട്ടീഷുകാർ അംഗീകാരായിരുന്നല്ലോ. ഞാൻ കൃത്യമായി പറഞ്ഞല്ലേ, ഇനിയും അതെന്നെ പറയിപ്പിക്കില്ല. പറയല്ലേ, ഇതാ ഞാൻ ഇങ്ങനെ ചോദിച്ചല്ല മറുപടി ആണ് പറയുന്നത്. ഇന്ത്യ ബ്രിട്ടീഷുകാർ അംഗീകാരായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബ്രിട്ടീഷ് സൈന്യം ഇന്ത്യയിൽ ജോലി നൽകിയിട്ടുണ്ട്.
ഒരുപാട് പ്രവർത്തനങ്ങൾ റെയിൽവേ ഒക്കെ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരല്ലേ, പിന്നെ നമ്മൾ അവർക്കെതിരെ സമരം ചെയ്ത് മോശമല്ലെന്നാല്. ഇനി പറയട്ടെ, ബാക്കി ഉത്തരം പറയട്ടെ. പറഞ്ഞോളൂ. ഉത്തരം പറയുമ്പോ നിങ്ങൾ പിന്നീട് കയറരുത്. ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല, നമുക്കൊന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങൾ പറയുന്നത് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇവിടെ, അതായത് ഈ സംഭവം ഇസ്രായേൽ പറയുന്ന ഹമാസ് വിഷയം എന്ന് പറയുന്നത് എന്താ അവര് ഇപ്പൊ നിങ്ങൾ അതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ പല രാജ്യങ്ങളുടെ കയ്യിൽ പോലും ഈ ഗാസ ആയിപ്പോയതൊക്കെ നിങ്ങൾക്ക് അറിയായിരുന്നു? ഒക്കെ അന്നത്തെ കൊളോണിയൽ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയും. അല്ല, അതൊന്നല്ല, അതൊക്കെ കഴിഞ്ഞ് ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളൊന്നായിട്ട് ഈ ഹമാസിനെ ടൈപ്പ് ആക്കരുത്. അതുപോലെയാണെന്നല്ലേ. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഫുള്ള് പറയണം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളി. അപ്പോ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഈ നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര സേന ഒരു സ്ത്രീകൾക്ക് നേരെ ഒന്നും ചെയ്തില്ല പറയുന്നത് അറിയോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ഇസ്രായേൽ സമാധാനത്തിൽ മുന്നോട്ട് പോവാണ്, ഗാസയിലെ ജനങ്ങളും ഗാസയും സമാധാനത്തിൽ മുന്നോട്ട് പോവാണ്. അവിടാണ് ഹമാസ് ഭീകരര്. ചെറിയ സംശയം, ഫൈസൽ എത്ര വയസ്സായിട്ടുണ്ടാവും? എനിക്ക് 28. 28 ശരി. നിങ്ങൾക്ക് എത്ര വയസ്സാ? പത്രം വായിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് എത്ര വയസ്സായി? മലയാള പത്രം വായിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 48 വയസ്സായി. ഓക്കെ ഓക്കെ. എങ്ങനാ നിങ്ങൾ മലയാള പത്രം വായിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? എങ്ങനാ മലയാള പത്രം വായിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? ഞാന് അതിപ്പോ വർഷം എന്ന് പറഞ്ഞല്ലോ, അത്യാവശ്യം ഒരു 15-28 വർഷമാണെങ്കിൽ 12 വയസ്സ് 13 വയസ്സും കഴിച്ചിട്ട് 10ാം ക്ലാസ് മുതലൊക്കെ ഉണ്ടാവും പത്രമൊക്കെ വായിക്കൽ തുടങ്ങിയിട്ടുണ്ടാവും. എനിക്കൊരു 10 വയസ്സ് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ വരെ ഇങ്ങോട്ട് പത്രം വായിക്കുന്നുണ്ട്. അന്ന് മുതൽ പത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പലസ്തീനിൽ 3 പേർ കൊല്ലപ്പെട്ടു, ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അന്ന് മുതൽ എന്റെ ഓർമ്മ വെച്ച അന്ന് മുതൽ ഞാൻ കാണുന്നുണ്ട് 15 പേർ കൊല്ലപ്പെട്ടു. ഓക്കെ, ഞാനൊന്ന് പറയട്ടെ, ഇതിന് പറയട്ടെ. ഇതിനാണ് നമ്മൾ പറയുന്നത്, ഇങ്ങനെ നമ്മുടെ രാജ്യം ഇടനെഞ്ച് കീറി കൊണ്ടുപോയ സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ എന്തല്ല, ഇപ്പൊ ഒരു സമാധാനത്തിലൊന്നല്ല, ഇപ്പോഴും അതിർത്തിയിലേക്ക് ചാടി വീണ് പരമാവധി നമ്മളെ സൈന്യത്തിന് നേരെ പല രീതിയിലുള്ള ഭീകരാക്രമണം ഈ പാകിസ്ഥാൻ നടത്തുന്നുണ്ട്, ഇല്ലേ? ഞാൻ പറയട്ടെ. അപ്പൊ ഞാനും നിങ്ങളൊക്കെ സകല ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ അതായത് October 7th മുമ്പ് വരെ ഞാൻ ഇത് എനിക്ക് ഇഷ്ടമുള്ളവണ്ണം പറയല്ല, നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. ഇനി നിങ്ങളൊക്കെ അറിയുന്ന ആരെങ്കിലും ഗാസയിലുണ്ടെന്ന് ചോദിച്ചാൽ മതി. അപ്പോ ഈ ഗാസയിലുള്ള ആളുകൾ പോലും ഈ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് വലിയ രീതിയിൽ ജോലി ചെയ്ത് ഞാനൊന്ന് പറയട്ടെ. അപ്പൊ ഈ October 7th ഹമാസ് എന്ന ഭീകര സംഘടന അങ്ങോട്ട് ആക്രമണം നടത്തിയതിനു ശേഷമാണ് പിന്നെ ഈ പ്രാവശ്യത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, അല്ലേ? മുമ്പുള്ള ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ ക്യാഷ് കൊടുത്ത് സ്ഥലം വാങ്ങിയ പ്രശ്നം വരാണ്ട്. അതായത് എനിക്കൊരു 48 വയസ്സിന്റെ അകത്ത് 15 വർഷം കഴിഞ്ഞിട്ട് 33 വർഷമായിട്ട് ഞാൻ പത്രം വായിക്കുന്നത്. ഇപ്പൊ ഒരു 2 വർഷമായിട്ട് പത്രം ഇങ്ങനെ വായിക്കില്ല, ഈ വാട്സപ്പ് ഇതൊക്കെ വന്നതിന് ശേഷം. അതുവരെ പത്രം വായിച്ചാൽ എല്ലാ ദിവസവും പത്രത്തിലും ഏറ്റവും ചുരുങ്ങിയത് 5 ആള് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്താ അർത്ഥമല്ലേ? അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല. നിങ്ങൾ അല്ല, ഞാൻ ഇതൊന്ന് പറയട്ടെ. ഏറ്റവും വലിയ പാവ എന്താന്ന് വെച്ചാൽ ജോലി ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യയിൽ നടത്തിയവരാണ് അവർ. ഈ ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് എന്താണ്? അതിനോ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നിങ്ങൾ സ്വാതന്ത്ര്യം, അത് നിങ്ങൾ ഒരുമാതിരി ഊളപ്പേടിയാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവുക? അല്ല, നിങ്ങൾ അങ്ങേയറ്റത്തെ ഊളത്തരാണ് പറയുന്നത്. ഗാന്ധിജി അന്നുണ്ടാക്കിയ ഉപ്പ് കുറുക്കൽ ഇപ്പം ഫലസ്തീൻ നടക്കും. എങ്ങനെ ഇപ്പൊ ഫലസ്തീനിലല്ലോ ഇപ്പൊ നമ്മൾ ഉപ്പ് കുറുക്കിയതുപോലെ ഉപ്പ് കുറുക്കണം തന്നെ നടക്കുവോ? കാലഘട്ടത്തിനനുസരിച്ച് പലതും മാറിക്കൊണ്ടേയിരിക്കുന്നില്ലേ? അതാ പറഞ്ഞത്, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും ഹമാസിനെ ഒരുപോലെ ആക്കണം. നിങ്ങളൊക്കെ എത്രത്തോളം നെറികെട്ട ചിന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഹമാസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഹമാസ് എന്ന് പറയുന്നത് ഉപ്പ് കുറുക്കി നടന്നോലല്ല, ആയുധം എടുത്തിട്ട് ആദ്യം കാണുന്നത് സ്ത്രീ ആണെങ്കിൽ സ്ത്രീന്റെ ഇടനെഞ്ച്, മക്കളാണ് മക്കളെ തല. അത് 1200-ലധികം ആളുകളെ ഹമാസ് പിച്ച് ചിന്തി നമ്മളെ ഉപ്പ് കുറുക്കിയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഏതെങ്കിലും സാധാരണക്കാരെ കൊന്നിക്കുന്നോ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? പല പോരാട്ടങ്ങളും മാറിക്കൊണ്ടേ ഇല്ല. നമ്മൾ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ബ്രിട്ടീഷുകാരെ ഒരു മക്കളെയും കൊന്നിയില്ല.
എന്താ ഒന്നുമില്ല. ചരിത്രമുണ്ട്, ഏത് ചരിത്രമുണ്ട്. ഞാൻ നിങ്ങളെ മാതിരി 48 വയസ്സായ ആളൊന്നുമല്ല, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ നിങ്ങൾ വായിച്ച പുസ്തകങ്ങൾ ഏതാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരു ബ്രിട്ടീഷുകാരെ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചില്ല, കൊലപ്പെടുത്തിയില്ല. പക്ഷെ ഹമാസ് കുട്ടികളാ, സ്ത്രീകളാ, സാധാരണക്കാരാ, പ്രായമുള്ള ആളാ, യുവാക്കളാ, സകലരെയും തല പൊട്ടിച്ച് കൊന്നിക്കുന്നു. നമ്മൾ അത് കേട്ട് എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഭീകര സംഘടന അല്ല ഹമാസ് എന്ന് പറയാൻ പറ്റുന്നത്? അവരെ രാജ്യത്ത് ഈ ഞാൻ പറഞ്ഞ അല്ല, നിങ്ങൾ എന്നോട് പറഞ്ഞതിന് ഉത്തരം പറയും. അതായത് നമ്മുടെ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബ്രിട്ടീഷുകാരെ സ്ത്രീകളെ കുട്ടികളെ കൊല ചെയ്തത് ഒന്ന് പറയും? അല്ല, ഞാൻ പറഞ്ഞില്ല, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ത് അല്ലല്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കൊന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഒരു മാറ്റവും. സ്ത്രീകളും കുട്ടികളും സ്ത്രീകളും തന്നെ എല്ലാം പോരാടിപ്പോ ഒരു വെടിവെക്കുമ്പോ അവിടെ സ്ത്രീയുണ്ടോ കുട്ടിയുണ്ടോ നോക്കിട്ട് അവിടെ ഇപ്പൊ ഇസ്രായേൽ പോകുമ്പോഴെന്ന് എങ്ങനെയാ ഇപ്പൊ തിരിച്ച് അപ്പൊ ഇരവാദം നിങ്ങൾക്ക് ഉന്നയിക്കാൻ പറ്റുമോ? നിങ്ങളോട് ഞാൻ ചോദിച്ചത് ഒരൊറ്റ കാര്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഏത് ബ്രിട്ടീഷുകാരന്റെ മകളെയാണ് അല്ലെങ്കിൽ വൈഫിനെയാണ് അല്ലെങ്കിൽ വല്യമ്മനാണ് കൊല ചെയ്തത്? ആരാണ്? അല്ല, ഓരോ രാജ്യത്തിനും ഇപ്പൊ അങ്ങനത്തെ പോലെ തന്നെ നമ്മുടെ രാജ്യം ഉപ്പ് കുറുക്കി അന്തസ്സിൽ സമാധാനത്തിൽ സമരം ചെയ്ത് അവര് ഉപ്പ് കുറുക്കണമെന്ന് തന്നെ നടക്കുവോ? അല്ല, അവര് കുട്ടികളെ കൊന്നാൽ ഭീകരരാണ്, അവര് കുട്ടികളെ കൊല്ലുമ്പോ ഭീകരരാ. അല്ല, താലിബാൻ എങ്ങനെയാ അമേരിക്കന്ന് ഇസ്രായേലിന്റെ? ഞാൻ നിങ്ങൾ എന്നോട് ചോദിച്ചതുപോലുള്ള എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. ഹമാസ് എങ്ങനെയാണ്? ഹമാസും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും എങ്ങനെയാണ്? നിങ്ങൾ ഒരുപോലെ പറയാം. ഉത്തരാണിത്. അല്ല, ഞാൻ നിങ്ങളോട് ചോദിച്ചെന്നാ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊരു കാര്യം പറയാം. അതെ, പോരാട്ടം നടത്തിയത് ഉപ്പ് കുറുക്കിയിട്ടാ? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ല, കൊളോണിസത്തിനെതിരെ പോരാടിയത്, അമേരിക്കക്കെതിരെ പോരാടിയത് ഉപ്പ് കുറുക്കിയിട്ടാ? അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറയുമ്പോ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചെയ്ത സമര രീതികൾ എന്തായാലും ആരെങ്കിലും കുട്ടികളെ കൊല്ലാൻ പോയിക്കുന്നോ? ഒരു നിമിഷം. അല്ല, ഞാൻ ചോദിച്ചത് നമ്മുടെ അല്ല, ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. നമ്മുടെ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഏതെങ്കിലും കുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ കൊല ചെയ്തത്? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെയാണ് ഹമാസ് പോരാളികൾ എന്ന് നിങ്ങൾ പറയാ? ഹമാസ് ഭീകരരാ, ഒരു വർക്കുമില്ല ഇത്. പിന്നെ ഇത് കാലഘട്ടം മാറിയില്ലേ? ഓരോ കാലഘട്ടം മാറിയാൽ കുട്ടികളെ കൊല്ലുകയാണ്. ഇപ്പൊ അമേരിക്കന്ന് താലിബാൻ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങി എങ്ങനെയാ, ഭരണം പിടിച്ചു വാങ്ങി എങ്ങനെയാ? അല്ല, ഞാനും നിങ്ങളും എന്തുകൊണ്ടാ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് ചർച്ച ചെയ്ത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഉദാഹരണം പറഞ്ഞ് ഹമാസിനെ വെച്ച് നിങ്ങൾ അല്ല നിങ്ങളെ എങ്ങനെ ഒരു കണ്ടന്റ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അല്ല, സ്വാതന്ത്ര്യ സേനാനികളെയും ഹമാസിനെയും ഒരുപോലെ കണ്ട ഒരു ജിഹാദി അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അല്ല, നിങ്ങൾ തന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കി തരാം. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ 48 വയസ്സുണ്ട് എന്നല്ലേ പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാനൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അറിയോ നിങ്ങൾക്ക്? അതായത് പാലസ്തീനിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും സ്ത്രീകളും കുട്ടികൾക്കും ഒന്നും സംഭവിക്കരുതെന്ന്. പക്ഷെ ഇവിടെ അല്ല, ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ എന്നെ കാണുന്ന വിളിക്കണം. എനിക്ക് 28 വയസ്സേ ഉള്ളൂ. നിങ്ങൾ ഇനി പേര് വിളിച്ചാൽ ഞാൻ 33 വർഷമായിട്ട് കാണുന്നത് ഡെയിലി ഒരു 5 ആളെങ്കിലും അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഏത് രീതിയിലാണ് നിങ്ങൾ കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പാലസ്തീനിൽ നിന്നല്ല, ലോകത്തൊരു സ്ഥലത്തും ഒരു സാധാരണക്കാരും കുട്ടികളും കൊല്ലപ്പെടരുത്. അത് ഞാൻ അംഗീകരിക്കില്ല. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ ഹമാസിനെ പോലുള്ള ഭീകരവാദികൾക്കെതിരാണെന്നാ. എന്നാൽ ഈ ഹമാസ് കാട്ടിയ ക്രൂരത പോലെ തന്നെ ഇപ്പൊ ഈ കുട്ടികളെ കൊല്ലുന്നതിനെ പറ്റിട്ട് ഒരു വീഡിയോ അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആര് കാരണമാണ് കുട്ടികൾ കൊല്ലപ്പെടുന്നത്? ഹമാസ് കാരണല്ലേ?
ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന നിങ്ങൾ പറയുന്നില്ല. ഭീകര ഞാൻ പറയുന്നല്ല, അതാണ് യാഥാർത്ഥ്യം. അതിന്റെ പേരിൽ അവിടെയുള്ള പാവങ്ങൾ എന്ത് വെച്ച്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഭീകരർ ഇറങ്ങി കൊല ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അപ്പൊ അതിന്റെ മുന്നേ കാലങ്ങളായിട്ടുള്ളത് ചർച്ച ചെയ്താൽ ഒരുപാട് കാലങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരൂലേ? ചർച്ച ചെയ്യാം നമുക്ക്. എങ്ങനെ എത്ര കാലം വേണം ചർച്ച ചെയ്യാം. പക്ഷെ ഞാൻ നിങ്ങളോട് ഹിസ്റ്ററി പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് അറിയൂല എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ കൊടുക്കൂലേ? അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല. ഉണ്ട്, മനസ്സിലായോ? നിങ്ങൾ വിളിച്ചാ ഇനിയും ഞാൻ ഫോൺ എടുക്കും, എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങളിത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. അതില്ലാത്തൊരു കാര്യം പറയാനൊന്നും പറ്റൂല ആർക്കും. സെർച്ച് ചെയ്യട്ടെ. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളും ഹമാസ് ഭീകരന്മാരും ഒരുപോലെയാണെന്ന് കുറെ നെറികെട്ടവന്മാര് നിരന്തരം വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ട്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികള് ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാരുടെ ഭാര്യമാരെയോ പെൺമക്കളെയോ അമ്മമാരുടെ പിന്നാലെയോ ഒരിക്കലും പോയിട്ട് ഉപദ്രവിച്ചിട്ടില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികള് അന്തസ്സോട് കൂടിയിട്ട് ബ്രിട്ടീഷ് സൈന്യത്തിന് നേരെയായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് പടപൊരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവര് പറയുന്ന ഹമാസ് ഭീകരരോ ഇസ്രായേലിലെ സാധാരണക്കാർക്ക് നേരെ, സ്ത്രീകൾക്ക് നേരെ വളരെ വലിയ രീതിയിൽ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തി 1200-ലധികം ആളുകളെയാ ഈ ഹമാസ് ഭീകരര് കൊലപ്പെടുത്തിയിട്ടുള്ളത്. മരണപ്പെട്ടിട്ട് പോലും സ്ത്രീകളെ വെറുതെ വിടാതെ ക്രൂരമായി ഉപദ്രവിച്ചതിന്റെ, പീഡിപ്പിച്ചതിന്റെ കൃത്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് സാധാരണക്കാരെ ഉപദ്രവിച്ചിട്ടുള്ള, സ്ത്രീകളെ കുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ള ഹമാസ് ഭീകരന്മാര് തന്നെയാണ്. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും ബ്രിട്ടീഷുകാരെയൊക്കെ വലിയ രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ പറഞ്ഞതുപോലെയൊക്കെ പറയുന്നതിന് പറയാനുള്ളത്, നമ്മൾ ഒരു ചരിത്രം കൂടി, ഇസ്രായേൽ പലസ്തീൻ, ഇസ്രായേൽ ഗാസ ഒരു ചരിത്രം കൂടി മുന്നോട്ട് വെക്കാം. അതായത് ഈജിപ്ത് ഗാസയെ കീഴടക്കിയ സമയത്ത് ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് യുദ്ധം ചെയ്തിട്ട്, ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ട് ഗാസയെ തിരിച്ചു പിടിച്ച് ഗാസൻ ജനതക്ക് തന്നെ തിരിച്ചു കൊടുത്ത പാരമ്പര്യവും ഇസ്രായേലുണ്ട്. ഇതുപോലൊരു പാരമ്പര്യം ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കുണ്ടോ? ഇല്ല. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെയാണ് അടക്കം ചെയ്യാൻ വന്നിട്ടുള്ളത്, കൈയടക്കം ചെയ്യാൻ വന്നിട്ടുള്ളത്. അവരെ നമ്മൾ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സകല ആളുകൾക്കും അറിയാം. എന്നാൽ തീവ്രവാദത്തെ അനുകൂലിക്കുന്നവർ ന്യായമായിട്ട് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ കൂടിയാണ് എന്ന് ഇത്തരം ജിഹാദികൾക്ക്, ഇത്തരം തീവ്ര ചിന്താഗതിക്കാര് സകലരും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ. മറ്റൊരു കാര്യം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത്, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരാള് പോലും പാലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളോ കുട്ടികളോ കൊല്ലപ്പെടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. ഈ സ്ത്രീകളും കുട്ടികളൊക്കെ ഗാസയിലൊക്കെ കൊല്ലപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഹമാസ് എന്ന ഭീകരരാണ് എന്നുള്ളത് സകലരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ. ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരാളും ഗാസയിലെ എന്നല്ല, ഇസ്രായേൽ എന്നല്ല, ലോകത്ത് ഒരു സ്ഥലത്തും സ്ത്രീകളും കുട്ടികളൊക്കെ ഉപദ്രവിക്കപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാത്തവർ തന്നെയാണ് എന്നുള്ളത് ഇത്തരം ജിഹാദികള് കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ.